അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, ഇന്നർ റജുല മിൻ അഹ്ലിൽ ജന്നത്തി ലയുഅത ഖുവത മിയത്തി റജുലിൻ ഫിൽ അക്രി വശുർബി വജിമായി വശഹവത്തി. നിശ്ചയമായിട്ടും സ്വർഗത്തെ അഹൽക്കാരിൽപ്പെട്ട ഒരാൾക്ക് അള്ളാഹു ശക്തി നൽകട എന്നുള്ള തിന്ര വിഷയത്തിലും കുടിക്കട വിഷയത്തിലും. ദുനിയാവിടെ 100 ആൽമാരുടെ ശക്തി, ദുനിയാവിൽ 100 ആൽമാർ തിന്നര ആ ഫുഡ് സ്വർഗത്തിൽ ഒരാൾ കയറ്റിക്കിടും. ദുനിയാവിൽ 100 ആൽമാർ കുടിക്കട പാനീയ ഒരാൾക്ക് കുടിക്കടത്ത ശക്തി അള്ളാഹു കൊടുക്കണം. അത്തരം പവറായിട്ട് അങ്ങനെ ജീർണക്രിയവും എല്ലാം. ഇപ്പോൾ 100 പ്ലേറ്റായിട്ട് ഏകദേശം 100 പ്ലേറ്റായിട്ട് ഒരു വക്തിൽ സ്വർഗത്താൽമാർ തിന്നരെ. അതിങ്ങനത്തെ ഫുഡൊന്നും അല്ല. അങ്ങനത്തെ ആ ഫുഡ് ഞങ്ങൾക്ക് എന്താക്കുമല്ലേ വിവരിക്കോ സാധ്യമല്ല, വർണ്ണിക്കോ സാധ്യമല്ല. അങ്ങനത്തെ ഫുഡായിട്ട് മാത്രമല്ല വൽ ജിമായി വ ഷഹ്വത്തി. പിന്നെ സ്വർഗത്തെ ഒരാളുടെ ഷഹ്വത്തും ജിമാവും അഥവാ പിന്നെ നമുക്ക് ദുനിയാവിടെ 100 ആണിങ്ങ ബന്ധപ്പെടുമ്പോൾ എത്ര ശക്തി അങ്കിക്കട് പുരുഷത്വം ഇക്കട് അത്ര ശക്തി സ്വർഗത്തെ ഒരാൾക്ക് അള്ളാഹു കൊടുക്കണം. 100 ആണിങ്ങളെ ശക്തി ഒരാൾക്ക്. ഫഖാല റജുലുൻ മിനൽ യഹൂദ്. യഹൂദിൽപ്പെട്ട ഒരാളോട് യഹൂദിൽപ്പെട്ട ഒരാൾ അയാൾക്കടുത്ത് ഇന്നല്ലദീ യഅ്കുലു വയശ്റബു യകൂൻ മിൻഹുൽ ഹാജ. അപ്പോൾ ഇത്ര തിന്നുമ്പോൾ, ഇത്ര 100 പ്ലേറ്റ് തിന്നുമ്പോൾ 100 ഗ്ലാസ് തന്നി കുടിക്കുമ്പോൾ, പിന്നെ പാനീയ കുടിക്കുമ്പോൾ, അപ്പോൾ പിന്നെ ഈ തിൻ്റെതെല്ലാം വിസർജിക്കണ്ടേ? വിസർജിക്കുക സ്വർഗത്തിൽ പക്കയില്ലല്ലേ? എൻ്റെ ചോദ്യം. ചെന്നെങ്കിൽ പണ്ട് ആദം നബി അലൈഹിസ്സലാമു സ്വർഗത്തെ ഫല തിന്നപ്പോൾ ആ ഫല തിന്നപ്പോൾ അങ്ങ് എന്തായിട്ട് ആ തിന്നത് വിസർജിക്കോ വന്ന്. അപ്പോൾ വിസർജനാക്കുമോ എന്താണ്? സ്വർഗത്തിൽ ഇവിടെ പക്കമില്ല. സ്വർഗത്തിലും ശുദ്ധമായ ഒരു പക്കമായിരിക്കും. സ്വർഗത്തിൽ ടോയ്ലറ്റ് ഇല്ല. അത് കേട്ടിട്ട് ദുനിയാവ് അങ്ങനെ കടത്തില്ല. അപ്പോൾ ഈ തിന്നതും കുടിക്കണതെല്ലാം എന്താവണം കൊണ്ട് അതിലേക്ക് എടുത്ത്. അപ്പോൾ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് സുമ്മ യഫീദു മിൻ ജിൽദിഹി അർക്കുൻ. ആ തിന്നൽ പിന്നെ അങ്ങനെ ശരീരത്തിൽ തോറും വേർപ്പ് പുറപ്പെട്ടു മിസ്കിടാണ്ടി കസ്തൂരാൻ്റെ പരിമള അതൊക്കെ അള്ളാഹു കൊടുത്തിട്ടിക്കണം. അപ്പോൾ ഇതാ ബത്തുൻഹു കദലമിർ. ആ വേർപ്പ് മുഖാന്തര അയാൾ തിന്നതെല്ലാം പിന്നെ ഒരു ദ്രവത്വ രൂപത്തിൽ പുറപ്പെട്ടു വേർപ്പ് മുഖാന്തരം. ആ വേർപ്പാണെങ്കിൽ അത് വല്ലാത്തൊരു കമ്മനായിട്ടിരിക്കുന്നു, സെൻറ്റ് പോലത്തെ കമ്മന. അങ്ങനെ ആ വേർപ്പ് മുഖാന്തര ആ തിന്നതെല്ലാം പറത്തിടപ്പെട്ടു. അപ്പോൾ അതിലേക്ക് വേറെ കാലിയാവിടൂ. ഇതേ സ്ഥല തിന്നരെ കൂടിക്കിടെ പിന്നെ സ്വർഗത്ത് ഭൂരിലിംഗനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് ആ തിന്നൽ ഞങ്ങളെ പോലത്തെ തിന്നലൊന്നും അല്ല, കുടിക്കൽ ഞങ്ങളെ പോലത്തെ കുടിക്കലൊന്നും അല്ല. അതുപോലെ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് 100 ശക്തി, 100 പവർ മനുഷ്യന്മാരെ 100 ആൾമാരെ ശക്തി, സെക്സ്വൽ പവർ ആയിരിക്കും അള്ളാഹു കൊടുക്കടേ. തിന്നരെ കുടിക്കടെ ദുനിയാവ് വാറങ്ങടല്ലേ. അപ്പോൾ കേട്ടറിയാ അയനാമു അഹ്ലുൽ ജന്ന. സ്വർഗത്തെ ആൾമാർ വറങ്ങണ നബിയെ. തിണ്ടൽ പിന്നെ സഹജമായിട്ട് വറക്കുമുണ്ടല്ലോ, ചിലത് വറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിലും പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടാൽ പിന്നെ സുസ്താവിടൂ, ചില വറങ്ങുക. അപ്പോൾ സഹജമായിട്ട് ചോദ്യം വന്ന് നബിയെ സ്വർഗത്തെ ആൾമാർ വറങ്ങണ? ആലല്ല, ഇല്ല, സ്വർഗത്തിൽ വറക്കില്ല. അന്നൗമു അഖുൽ മൗത്ത് വൽ ജന്നത്തു ലാ മൗത്ത് ഫീഹി. സ്വർഗ ചെല്ലത് അല്ല, മരണ ചെല്ലത്, വറക്ക് ചെല്ലത് അത് മരണത്തെ സഹോദരമായിരിക്കും അല്ലേ. വറങ്ങിങ്ങ് മനുഷ്യർ മരണ സമാനല്ലേ. മനുഷ്യ മരിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതും വറങ്ങുന്നതും ഒരേപോലെ അല്ലേ സാധാരണ, ഏകദേശം ടാലി ഉണ്ടാവുള്ളൂ. അപ്പോൾ മരണ ചെല്ലത് വറക്ക് ചെല്ലത് ചെറിയൊരു മരണത്തെ ചെറിയൊരു ശാഖ ഇതിലുണ്ട്. അപ്പോൾ മരണമേ ഇല്ലാണ്ടാവും പിന്നെ വറക്കോട്ടെ ഇരിക്കണേ. സ്വർഗത്തിൽ വറക്കില്ല. സ്വർഗത്തിൽ ജാവും പോലും ചൊല്ലതും ഇല്ല. കാരണം സ്വർഗത്തിൽ സൂര്യമേ ഇല്ല. അത് അള്ളാഹുടെ കുതിരത്താൽ ഉണ്ടാക്കപ്പെട്ട ഒരു ലോകമായിട്ടിരിക്കണം. അത് എങ്ങനെ വിവരിക്കലോ വർണ്ണിക്കുമെന്ന് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ തിന്നലും കുടിക്കലും
പെണ്ണുമായിട്ട് ബന്ധപ്പെടലും ഇതേ ആയിട്ടിരിക്കണം സ്വർഗം. സുബ്ഹാനല്ലാഹ്, ഇന്ന അഹ്ലൽ ജന്നതി ഇദാ ജാമഉ നിസാഅഹും ആദു അബ്കാറ. സ്വർഗ സ്ത്രീകൾ ചിലപ്പോൾ സ്വർഗീയ സ്ത്രീകൾ ഹൂറിലീങ്ങളായിട്ടിക്കുവാർ, അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം ഭാര്യമാരായിട്ടിക്കുവാർ. ഇങ്ങനെയുള്ള പെണ്ണിങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ കന്യത്വ തിരിച്ചിട്ട് അള്ളാഹു കൊടുക്കണം. സാധാരണ ദുനിയാവിൽ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അവളെ കന്യത്വം തീർത്തവൾ അവൾ കന്യ ചെല്ലാറു അവളുടെ ആ പേര് ഇല്ലാണ്ടാവുള്ളൂ. കന്യ പെണ്ണ് ചെല്ല. പിന്നെ അതേ സന്ദർഭത്തിൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. സ്വർഗത്തിൽ ഒരു ആണ് പെണ്ണിനെ ബന്ധപ്പെട്ടെങ്കിൽ അപ്പമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെണ്ണിന് കന്യത്വം തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ ഭയങ്കരത്തെ ഒരു ലോകമായിട്ടിക്കട്. ആ ലോകത്ത് ബനായിട്ടിക്കട് മഹാന്മാരെല്ലാം കഷ്ടം വന്നത് ദുനിയാവുടെ ഈ നൈമിഷികമായ സുഖത്ത് ആ മഹാലോകത്തിൽ കിട്ടുന്നതായ അമോഘമായ സുഖത്തെ ഞങ്ങൾ കളഞ്ഞിട്ടുള്ള ചിലതായിരിക്കും വാസ്തവികത. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അൽ കൈസു മൻ ദാന നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത്. ഇതിനെ കൂട്ടത്തിലും ബുദ്ധിമന്ത ആൾ ആണ്. പിന്നെ താൻ ആക്കടെ ഓരോ കാര്യത്തിലും ഹിസാബ് എടുത്തോണ്ടിരിക്കട. മാത്രമല്ല ആഖിറത്ത് ബേനായിട്ട് അമൽ ചെയ്യട. അപ്പോൾ സ്വർഗ്ഗലോകത്ത് ബേനായിട്ടുള്ള അമലായിട്ടിരിക്കട്. അവിടെ പോയിട്ട് എത്തണം. അവിടെ ആയിട്ട് യഥാർത്ഥ സുഖമെല്ലാം ഉള്ള അവിടെ ആ സ്വർഗത്തിലേക്ക് ചേർത്ത് നോക്കിയ ദുനിയാവിടെ സുഖം ഒരു സുഖമല്ല. അതുകൊണ്ടായിരിക്കും മഹാന്മാരെല്ലാം വർക്ക് കഴിഞ്ഞിട്ടും അല്ലാതെയും എല്ലാ അവയവത്തിലും സൂക്ഷിച്ചുകൊണ്ടും ഇബാദത്തെടുത്താൽ, കഷ്ടം വന്നാൽ, അധ്വാനിച്ചാൽ, ഖുർആൻ ഓതിയാൽ, ദിക്ർ ചെന്നാൽ, സ്വലാത്ത് ചെന്നാൽ, ഹറാമ തിന്നാണ്ട് ജാഗ്രതയാക്കിയാൽ. കാരണം യഥാർത്ഥ സ്വർഗത്തിലായിട്ടിരിക്കും. ദുനിയാവിടെ ഈ നൈമിഷികമായ സുഖത്ത് ഒരു ബലവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ സ്വർഗ്ഗലോകത്ത് പോകേണ്ട ആൾമാരെ കൂട്ടത്തിൽ അള്ളാഹു നാളെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. അതൊക്കെ വേനായിട്ട് അമൽ ചെയ്യുകയുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി